ഇന്നേ അമ്മേനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അയത്തേട്ടൻ പോയ കൂട്ടത്തിൽ ഞാനും പോയിട്ടുണ്ടായിരുന്നേ. അമ്മേനെ നമ്മൾ അങ്ങനെ അവിടെ ഇറക്കി വിട്ടു. എന്നിട്ട് നമ്മൾ നേരെ വച്ച് പിടിച്ചത് ബഡ്ജറ്റിലേക്കാണ് കേട്ടോ. എല്ലാ പ്രാവശ്യം പറയണ പോലെ അല്ലറ ചില്ലറ സാധനങ്ങൾ മേടിക്കാനല്ല കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ വന്നേക്കണത്. ഈ പ്രാവശ്യം നമുക്ക് കുറച്ചധികം സാധനങ്ങൾ മേടിക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ കുളിച്ച് മാറ്റി കണ്ണും തിരുമ്പി നമ്മൾ നേരെ വന്നത് ബഡ്ജറ്റിലേക്കാണ് കേട്ടോ. ഇത്ര രാവിലെ എന്താ വന്നതെന്ന് വെച്ചാൽ ഇത്തണ്ണ പോകാനുണ്ട്, വേറെ ഒന്നും ആയിട്ടല്ല. ഇത്തണ്ണ ഡ്യൂട്ടി ഉണ്ടല്ലോ. അപ്പം ഒരു 9:30 ആകുമ്പോഴത്തേനും ഇത്തണ്ണ പോകണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ രാവിലെ തന്നെ. പിന്നെ അത് തന്നെയല്ല, ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലോ. അപ്പം രാവിലത്തെ സമയം എന്ന് പറഞ്ഞാൽ തിരക്കും ഉണ്ടാവില്ല, ചൂടുണ്ടാവില്ല, അങ്ങനെ എല്ലാം കൊണ്ട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ രാവിലെയാണ് സമയം നല്ലത്. അങ്ങനെ നമ്മളിതേ കുറച്ച് അധികം സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മണ്ഡലമാസത്തിൻ്റെ നോമ്പ് അടുത്ത ആഴ്ച ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് അതിന് 2-3 ദിവസം മുന്നേ നമ്മൾ മുക്കിക്കുളി ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നോമ്പും കൂടെ തുടങ്ങുവാണല്ലോ. അപ്പോൾ അതിന് മുന്നോടി ആയിട്ടുള്ളൊരു പർച്ചേസിങ് ആണ് കേട്ടോ ഇത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളെന്ന് നമ്മൾ പറയില്ലേ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ അയത്തേണ്ണായിട്ട് തന്നെ എല്ലാം സെപ്പറേറ്റ് വാങ്ങിക്കണമല്ലോ. പേസ്റ്റ്, സോപ്പ്, എണ്ണ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം അയത്തേണ്ണ സെപ്പറേറ്റ് ആണല്ലോ ഇനിയിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങനത്തെ ഐറ്റംസും ഒക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരു കുടച്ചൂടിൽ എന്ന് പറഞ്ഞ പോലെ എല്ലാം ഒരുമിച്ച് നമുക്ക് കിട്ടുമല്ലോ. നമ്മൾ പിന്നെ എപ്പോഴും ബഡ്ജറ്റിക്കാണ് കേട്ടോ വരിക. എന്തിനായാലും നമ്മൾ ബഡ്ജറ്റിക്ക് തന്നെ വരിക. പിന്നെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയൊക്കെ നമ്മളെ കണ്ട് ഇതേ പരിചയമായിട്ടുള്ള ചേച്ചിയാട്ടോ. അവിടുത്തെ എല്ലാ സ്റ്റാഫുകൾക്കും, നമ്മളെ മിക്ക സ്റ്റാഫുകൾക്കും അറിയാം നമ്മൾ സ്ഥിരം വന്നുകൊണ്ട്. പിന്നെ ഇതാണ് അവിടെ ഒരു കൂപ്പണും കൂടെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 1000 രൂപയ്ക്ക് എന്തോ മേലെ പർച്ചേസ് ചെയ്യുന്നവർക്ക് എന്തോ കൂപ്പൺ ഉണ്ട്. അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്കറിയില്ല, എന്നാലും ഇതാണ് അതൊക്കെ ഫില്ല് ചെയ്തിട്ടു. അങ്ങനെ ഞാൻ ഓരോ സാധനങ്ങളായി പെറുക്കി ഇതേ കാറിൻ്റെ ഡിക്കിക്കകത്തേക്ക് നമ്മൾ വച്ചിട്ടുണ്ട്. ഞാനുണ്ടല്ലോ ഭയങ്കര പിശിക്കാന്ന് എന്നോട് എപ്പോഴും അയത്തേട്ടൻ പറയും കേട്ടോ. വേറൊന്നുമല്ല, ഞാനിങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ കുറേ പ്രാവശ്യം ആ ബില്ലെടുത്ത് ഇങ്ങനെ നോക്കൂ കേട്ടോ. അതിങ്ങനെ കൂട്ടിയും കുറച്ചും ഹരിച്ചും ഗുണിച്ചൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അയത്തേട്ടൻ പറയണത്. എന്താണെന്നറിയില്ല, ഞാനങ്ങനെ പിശിക്കുകയാണെന്ന് എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല. പിന്നെ എനിക്ക് ഒരുപാട് പൈസ ഇങ്ങനെ ചിലവാകുമ്പോൾ ഭയങ്കര വിഷമമാണ് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ വളർന്നു വന്ന സാഹചര്യം ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ അച്ഛനൊരു കൂലിപ്പണിക്കാരനാണ് കേട്ടോ. എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പൈസ ഇങ്ങനെ ചിലവാക്കണോടൊക്കെ ഭയങ്കര വിഷമമാണ് കേട്ടോ. പക്ഷെ നമ്മൾ ചിലവാക്കേണ്ട കാര്യങ്ങളിൽ ചിലവാക്കണം, അത് വേറെ കാര്യം. പക്ഷേ അയത്തേട്ടൻ അങ്ങനെയല്ല കേട്ടോ. അയത്തേട്ടൻ അത്യാവശ്യം ലാഭിഷാണ്. ഒരുപാട് പിശുക്കനുമല്ല, ഒരുപാട് അങ്ങനെ പിടിച്ചു വെച്ച് ചെയ്യണ ആളും അല്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മീനും കൂടെ വാങ്ങിച്ചു കേട്ടോ, ഇന്ന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അയത്തേട്ടനാണ് മീൻ മേടിക്കാൻ പോയത്, ഞാൻ വണ്ടിയിലിരിക്കുമായിരുന്നു. അങ്ങനെ നേരത്തെ നമ്മൾ വീട്ടിലേക്കും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ ബൈ.